Hi all. നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് പേപ്പറിലെ ഫസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്ന ആ ഏരിയ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. സോ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി ഫസ്റ്റ് ഈ ഒരു സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പർപ്പസ് എന്ന് നോക്കിയാൽ ദിസ് ഇസ് ടു പ്രൊമോട്ട് ദി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഓൾസോ ഇൻക്രീസ് ദി കമ്പയറബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ എന്തൊക്കെ പർപ്പസ്, എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ഫിഗേഴ്സ് അറൈവ് ചെയ്തിരിക്കുന്നതെന്ന് യൂസേഴ്സിന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകും. അങ്ങനെ അണ്ടർസ്റ്റാൻഡബിലിറ്റി കൂട്ടാം. രണ്ട്, നമുക്ക് പല എൻറ്റിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം അക്കൗണ്ടിങ് പോളിസി, സിമിലർ അക്കൗണ്ടിങ് പോളിസി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കമ്പയറബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഡിസ്ക്ലോസ് ദിസ്. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ, ഇതിനകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോക്കിയാൽ there are two words. First one, it is disclosure of accounting policies. Okay, so first we will learn what is accounting policy, then what all are the disclosure requirements. Accounting policy എന്താണെന്ന് പഠിക്കുമ്പം അതിനകത്ത് what is the meaning of accounting policy, then how to select an accounting policy, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സും ഈ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. സോ ഒരു അക്കൗണ്ടിങ് പോളിസി എന്താണെന്ന് ചോദിച്ചാൽ ദീസ് ആർ സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് and methods of applying those principles in the preparation and presentation of financial statements. Okay? Two items are there. There are specific accounting principles and methods of applying those principles in the presentation of financial statements. For example, എന്താണ് നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു സംഭവമാണ് ഇൻവെന്ററീസ് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ദിസ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ അക്കൗണ്ടിങ് പോളിസി ബിക്കോസ് നമ്മൾ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്, പ്രൂഡൻസ്. ഓക്കെ, നമുക്ക് എന്താണ്, പ്രോഫിറ്റ്സ് ആർ നോട്ട് ആന്റിസിപ്പേറ്റഡ് ഡ്യൂ ടു അൺസർട്ടനിറ്റി ഇൻ ഫ്യൂച്ചർ ബട്ട് വി ആർ പ്രൊവൈഡിങ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ഓക്കെ, സോ ദാറ്റ് പ്രൂഡൻസ് കോൺസെപ്റ്റ് വി ആർ അപ്ലൈയിങ് and methodology to apply that prudence concept is valuing inventory at lower of cost and NRV. Okay, that means ഇവിടെ എന്താണ്, ഒരു സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്ത ഒരു മെത്തഡോളജി ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് അക്കൗണ്ടിങ് പോളിസി. സോ ഈ അക്കൗണ്ടിങ് പോളിസി വരുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ നമ്മളൊരു 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാ എൻറ്റിറ്റീസും ഫോളോ ചെയ്യുന്നതാണ്. എല്ലാ എൻറ്റിറ്റീസും ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അക്കൗണ്ടിങ് പോളിസീസ് ആണ് ഇത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ. അങ്ങനത്തെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ. അതുകൊണ്ട് it is assumed that these are being followed. അതുകൊണ്ട് ഈ സ്റ്റാൻഡേർഡ്സ്, ഈ ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഡിസ്ക്ലോഷർ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സ്പെസിഫിക് ഡിസ്ക്ലോഷർ ഇസ് റിക്വയർഡ്. ഓക്കെ, ദിസ് ഇസ് യുവർ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ. സാധാരണ ഇത് ഫോളോ ചെയ്താൽ നമ്മൾ എന്താണ്, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദിസ് ഇസ് ബീങ് ഫോളോഡ്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസിൽ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. What is the meaning of going concern concept? The standard states that it is assumed that every enterprise is going concern. That is, it will continue its operation for a foreseeable future. നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്ന ഒരു പീരിയഡിലേക്ക് അതിന്റെ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അത് എന്താണ്, കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. വെദർ വി ആർ ഹാവിങ് ദി ഇന്റൻഷൻ or necessity, whether we are having intention or necessity to liquidate or curtail our operations materially. ഇതിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ഉണ്ടോ എന്ന് നോക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. നമുക്ക് we does not have, neither has the intention nor the necessity to liquidate or curtail our operations materially. This is your going concern concept. Okay, second one, consistency. Consistency means accounting policies followed should be consistent from one period to another. Okay, accounting policies followed are consistent from
one period to another. This will not be changed on a frequent basis. Okay. Next one is your accrual base of accounting. This states that revenues and costs are recognized as and when they are earned. Revenues are earned or costs are incurred. Okay. Revenues and costs recognized as and when they are earned or incurred and recorded to the period to which they relate. Recorded to the period to which they relate. This is your fundamental accounting assumption. Okay. ഇതെന്താണ് സാധാരണ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതിന്റെ മെത്തഡോളജി അപ്ലൈ ചെയ്യേണ്ട മെത്തഡോളജിയും കൂടി ചേർത്താണ് നമ്മൾ അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. സോ ഈ അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോസ് ചെയ്യുമ്പം ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡിസ്ക്ലോഷറിന്റെ ആവശ്യമില്ല. ബിക്കോസ് അത് ഫോളോ ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്ക്ലോഷർ ആവശ്യമാണ്. ഓക്കെ. ഇനി നമ്മൾ ഈ സ്റ്റാൻഡേർഡിൽ മേജർ ആയിട്ട് കാണുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ what is the consideration, what are the considerations in selection of accounting policy. Okay, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ there is a primary consideration. ആദ്യം ഒരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ whether financial statements prepared by using these accounting policies, selected accounting policies, will give a true and fair view. നമ്മൾ സെലക്ട് ചെയ്ത അക്കൗണ്ടിങ് പോളിസി കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തന്നെയാണോ റിഫ്ലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്ന രീതിയിൽ ആവരുത് എന്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ്. നെക്സ്റ്റ് വൺ ഇസ് അതർ കൺസിഡറേഷൻ. നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ അക്കൗണ്ടിങ് പോളിസി കൺസിഡർ ചെയ്യുമ്പം സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് പ്രൂഡൻസ് കോൺസെപ്റ്റ്. ഓക്കെ. പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? Profits are not anticipated due to uncertainty related to future events, but we will create provision for all known liabilities and losses, even though the amount cannot be measured with certainty, but provides the best estimate based on available evidence. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് പ്രോഫിറ്റ്സ് ഒന്നും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യില്ല. സോ വി വിൽ നോട്ട് ആന്റിസിപ്പേറ്റ് പ്രോഫിറ്റ്, ബട്ട് നമുക്ക് ലോസ് ഉണ്ടാവും, ലയബിലിറ്റി ഉണ്ടാവും. ഇതിന്റെ ഒക്കെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സാധനം ഉണ്ടായാൽ എന്തായിരിക്കും സിറ്റുവേഷൻ, അതിന്റെ ബേസിസിൽ ഒരു റിലയബിൾ എസ്റ്റിമേറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി അക്കൗണ്ട്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. സോ ഈ പ്രൂഡൻസ് കോൺസെപ്റ്റിനെ നമ്മൾ നോക്കിയാൽ 4 ഒബ്ജക്റ്റീവ് ആണുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ, വെൻ ഇറ്റ് കംസ് ടു അസെറ്റ് എന്താണ്? It should not be overstated. Okay, അസറ്റ് ഉള്ള വാല്യൂവിലും കൂടുതലായിരിക്കരുത് കാണിക്കുന്നത്. അതുപോലെ തന്നെ liabilities should not be understated. Okay, liabilities should not be understated. Next one, income should not be overstated and expenses should not be understated. ഈ ഒരു 4 സംഭവങ്ങൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വി ആർ ഫോളോയിങ് ദി പ്രൂഡൻസ് കോൺസെപ്റ്റ്. ഓക്കെ. അസറ്റ് ഉള്ള വാല്യൂവിൽ കൂടുതൽ കാണിക്കുന്നില്ല, ലയബിലിറ്റി കുറച്ച് കാണിക്കുന്നില്ല, ഇൻകം കൂട്ടി കാണിക്കുന്നില്ല, എക്സ്പെൻസ് കുറച്ച് കാണിക്കുന്നില്ല. സോ ആ രീതിയിൽ വരുമ്പോഴാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കുന്നത്. സോ നമ്മുടെ അക്കൗണ്ടിങ് പോളിസിയും ഇതേ ഒബ്ജക്റ്റീവ് തന്നെയായിരിക്കണം എന്ത് കൺവേ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇസ് നെക്സ്റ്റ് കൺസിഡറേഷൻ ഇൻ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് സബ്സ്റ്റൻസ് ഓവർ ഫോം കോൺസെപ്റ്റ്. ഓക്കെ. ഈ കോൺസെപ്റ്റ് നമ്മൾ നോക്കിയാൽ എന്താ പറയുന്നത്? ഇവര് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് നീഡ് ടു ബി അക്കൗണ്ടഡ് ബേസ്ഡ് ഓൺ ദെയർ സബ്സ്റ്റൻസ് ആൻഡ് നോട്ട് ദെയർ ലീഗൽ ഫോം. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി, എന്താണോ അണ്ടർലൈങ് ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്നത്, അത് നോക്കി വേണം നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ. അല്ലാതെ എന്താണ് ഡോക്യുമെന്റിൽ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അസറ്റ് മേടിക്കുമ്പം ആ അസറ്റ് പിന്നീടുള്ള കാര്യം മുഴുവൻ നമ്മളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ഹയർ പർച്ചേസിലാണ് മേടിച്ചെങ്കിൽ പോലും നമ്മൾ അസറ്റ് ആയിട്ട് നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം, നമ്മുടെ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ലീഗലി എന്താണ്? ഹയർ പർച്ചേസിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഓണർഷിപ്പ് കിട്ടത്തുള്ളൂ. എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? നമ്മളാണ് അസറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് റെക്കഗ്നൈസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്? ലീസിനെടുത്ത കേസിൽ ലീസിനൊരു അസറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ യൂസ്ഫുൾ ലൈഫ് നമ്മളാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ
അതൊരു റെന്റൽ എഗ്രിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. അതിനകത്ത് എന്താണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്ത പോലെ അക്കൗണ്ട് ചെയ്യാനായിട്ടാണ് AS19 പറയുന്നത്. സോ ഇതൊക്കെ നമ്മുടെ സബ്സ്റ്റൻസ് ഓവർ ഫോം കോൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ നമ്മുടെ അക്കൗണ്ടിംഗ് പോളിസി നമ്മൾ നോക്കുമ്പോൾ എന്താണ് സബ്സ്റ്റൻസ് ഓവർ ഫോം കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അക്കൗണ്ടിംഗ് പോളിസീസ് ഫ്രെയിം ചെയ്യാനായിട്ട്. Then third other consideration is that we should follow the concept of materiality. Materiality എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിംഗ് പോളിസി ഫോളോ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഐറ്റംസ് ഒന്നും ഒമിറ്റ് ചെയ്താൽ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്. മെറ്റീരിയൽ ഐറ്റംസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ഇത് നമ്മളുടെ കൺസിഡറേഷൻ ഇൻ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. അതിലെ മെറ്റീരിയാലിറ്റി പറയുന്നത്. സോ എന്താണ് ഒരു ഐറ്റം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഐറ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ യൂസേഴ്സിന് കിട്ടിയാൽ അവരുടെ ഡിസിഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാമെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മെറ്റീരിയൽ ആണ്. ഓക്കെ, an item is said to have been material if the knowledge of that might influence the decisions of users of financial services. Okay? This is your materiality. So നമ്മൾ പ്രൈമറി ആയിട്ട് നോക്കുന്ന എന്താണ് അക്കൗണ്ടിംഗ് പോളിസി നമ്മൾ ഒരെണ്ണം ഫ്രെയിം ചെയ്യുന്നത് കൊണ്ട് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കണം. അതുപോലെ തന്നെ പ്രൂഡൻസ് കോൺസെപ്റ്റ് അനുസരിച്ചായിരിക്കണം, സബ്സ്റ്റൻസ് ഓവർ ഫോം കോൺസെപ്റ്റ് അനുസരിച്ചായിരിക്കണം, മെറ്റീരിയൽ ഐറ്റംസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അക്കൗണ്ടിംഗ് പോളിസി ഫ്രെയിം ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസിയിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അതാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത്. സോ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് നോക്കിയാൽ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് അണ്ടർ ദ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കിയാൽ എന്താണ് എല്ലാ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസിയും എല്ലാ അക്കൗണ്ടിംഗ് പോളിസിയും അല്ല സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിംഗ് പോളിസിയും നമ്മൾ എന്ത് ചെയ്യണം ഫിനാൻഷ്യൽസിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പം അത് എന്ത് ചെയ്യണം ഒരു സ്ഥലത്തായിരിക്കണം. നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ നമ്മൾ പല നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട്സ്, ഏതാണ് ബോറോവിങ്സ്, ട്രേഡ് പേയബിൾസ്, ഇങ്ങനെ പല നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓരോന്നിന്റെ അക്കൗണ്ടിംഗ് പോളിസി അതിന് താഴെയോ അതിന്റെ കൂടെയോ അല്ല കൊടുക്കേണ്ടത്. എല്ലാ അക്കൗണ്ടിംഗ് പോളിസിയും കൂടെ ഒരു സ്ഥലത്താണ് കൊടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് അറ്റ് വൺ പ്ലേസ്. ഇനി നമ്മൾ നോക്കിയാൽ യൂഷ്വലി കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അക്കൗണ്ടിംഗ് പോളിസി ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്നിരുന്നാലും ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിക്വയർ ചെയ്യുവാണ്, ഒരു സ്റ്റാറ്റ്യൂട്ട് റിക്വയർ ചെയ്യുവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് പ്രസന്റേഷൻ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അക്കൗണ്ടിംഗ് പോളിസീസ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും അക്കൗണ്ടിംഗ് പോളിസി ചേഞ്ച് ചെയ്യുമ്പം ഇഫ് ഇറ്റ് ഹാസ് എ മെറ്റീരിയൽ ഇഫക്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊരു ഡിസ്ക്ലോഷറും ഫിനാൻഷ്യൽസിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം കറണ്ട് ഇയറിന് അതിന് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ എത്രയാണ് കറണ്ട് പീരിയഡിൽ ഇമ്പാക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ആ സംഭവങ്ങളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പീരിയഡിൽ നമുക്ക് ഇമ്പാക്ട് ഒന്നുമില്ല, സബ്സീക്വന്റ് പീരിയഡിലാണ് ഇമ്പാക്ട് എങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം ഡിസ്ക്ലോസ് ചെയ്യണം. ഈ കേസിൽ എന്താണ് എത്രയാണ് ഇമ്പാക്ട് ആ എമൗണ്ട് ഒന്നും അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇമ്പാക്ട് എത്രയാണെന്ന് നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഫാക്ട് നമ്മൾ ഡിസ്ക്ലോഷറിന്റെ കൂടെ ആഡ് ചെയ്യണം. ചേഞ്ച് ഇങ്ങനെ ഒരെണ്ണം നടന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി അവസാനമായിട്ട് സ്റ്റാൻഡേർഡ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അക്കൗണ്ടിംഗ് പോളിസി ഫോളോ ചെയ്തു, അത് AS പ്രകാരം ശരിയല്ല, അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെന്റ് പ്രകാരം ശരിയല്ല, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണ്. ഈ സംഭവമൊക്കെ എന്താണ് നിങ്ങൾ എടുത്ത് ഫിനാൻഷ്യൽസിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്ലോഷർ നിങ്ങൾ ആ തെറ്റായ കാര്യം ചെയ്തതിന് പരിഹാരമാവില്ല. ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി ഈസ് നോട്ട് എ റെമഡി ഫോർ എ റോങ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് AS1 നമുക്കുള്ള ഗൈഡ് ലൈൻസ്. ഓക്കെ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണിത്. സോ നമ്മുടെ AS1 നമുക്ക് മേജർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് അക്കൗണ്ടിംഗ് പോളിസി? It is a specific accounting principles and method of applying those principles in the preparation and presentation of financial statements. There are 3 fundamental accounting assumptions: going concern, consistency, and accrual. If they are followed, no disclosure is required. If they are not followed, specific disclosure is required. Then there are certain considerations in selection of accounting policy. Your primary consideration is that the financial statement should give a true and fair view. Our other considerations in selection of accounting policy are substance over form, prudence, and materiality. Then there are certain disclosure requirements in this standard. We have to disclose all significant accounting policies followed by this entity. This disclosure should be at one place. If there is a change in accounting policy that impact, if it is material, we have to disclose that. The amount by such change, amount of impact
Okay, that needs to be disclosed. If it does not have any impact in the current period but has an impact in subsequent period, then that is also to be disclosed. If the amount is not ascertainable in respect of these items, that fact should also be disclosed. Then a disclosure of accounting policy is not a remedy for wrong or inappropriate accounting treatment. Okay, so this is your AS1. Based on that, based on this, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻസിലും ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നോക്കണം. സോ നമുക്ക് സാധാരണയായിട്ട് ഇതിനകത്ത് വളരെ റെയർ ആയിട്ട് ചില തിയറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇല്ലെങ്കിൽ ഏതാണ്, ഇത് അക്കൗണ്ടിങ് പോളിസി ആണോ, ഇത് അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ആണോ, ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് AS5 ആയിട്ട് ചെറുതായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.